നഖങ്ങൾ കഴുത്തിൽ ആർത്തി ചോര കുടിക്കും. കൊടുത്തില്ലെങ്കിൽ പാപമാണ്. ഭൂതമിപ്പോൾ ആരെയും കൊല്ലില്ല. ഭൂതത്തിന് എപ്പോഴും വ്യസനമാണ്. പിന്നെ കുട്ടികളൊക്കെ പിടിച്ചോണ്ടോ അതൊരു കഥയാണ്. പറയാലോ തിരുമ്പക്കത്തെ മാളിക വീട്ടിലും നാട്ടുനൂറ്റിട്ടൊരുണ്ണി പിറന്നു. ഉണ്ണിക്കരയിലെ കിണ്ണിനെ കൊണ്ടു കൊണ്ടുണ്ണിക്കു കാതിൽ കുടക്കെടുക്കും. പാപ്പ കൊടുക്കുന്നു, പാലു കൊടുക്കുന്നു, പാവ കൊടുക്കുന്നു. കാച്ചിയ മോരൊഴി ചൊട്ടി വടിച്ചിട്ട് പാട്ടുകൾ പാടിയിട്ട് മാന തമ്പിടി മാമനെ കാട്ടിയിട്ട് മാമൻ കൊടുക്കുന്നു. അങ്ങനെ ഉണ്ണിക്ക് 7 വയസ്സ് തികഞ്ഞു. നങ്ങേലി ഉണ്ണിയെ കളരിയിലും ചേർത്തു. ഒളിച്ചുകളി മതിയാക്കി വേഗം വരൂ. ഇന്നല്ലേ ഉണ്ണി എനിക്ക് കളരിയിൽ പോവേണ്ടത്. ഉണ്ണി ഉണ്ണി അങ്ങനെ ഒരു ദിവസം ഉണ്ണി നീ ഇന്ന് വൈകിയല്ലോ. ഉണ്ണി സൂക്ഷിച്ചു പോവണേ. ആരോടും ശണ്ടയൊന്നും കൂടല്ലേ. എടുത്തു വീണാൽ വേഗം ഇങ്ങ് പോകണം. ശരി അമ്മേ.
അങ്ങനെ ഭൂതം ഉണ്ണിയെ കണ്ടു. ഹായ്, എന്ത് ഭംഗിയുള്ള കുട്ടിയാ. ഭൂതാണേലും അവളൊരു സ്ത്രീയല്ലേ. ഭൂതത്തിന് തോന്നി ഉണ്ണിയെ തന്റെ കുട്ടിയായിട്ട് വളർത്തിയാലോന്ന്. അതെന്തു ചെയ്തുന്നോ, അവൾ മന്ത്രം കൊണ്ട് നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടിയായി മാറി ഉണ്ണിയുടെ അടുത്തേക്ക് ചിരിച്ചോണ്ടങ്ങ് ചെന്നു. പാൽപ്പുഴ, പായസപ്പുഴ, കളിക്കോപ്പുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. നീ വരുന്നോ? വേണം, പക്ഷേ പൊന്നുണ്ണി പൂങ്കരളെ ഓന്നണയും പൊൻകതിരെ ഓലയെഴുത്താണികളെ കാട്ടിലെറിഞ്ഞണയൂ. കാട്ടിലെറിഞ്ഞണയുകിലോ കലകിക്കും ഗുരുനാഥൻ പൂത്തമര ചോട്ടിലിരുന്നൊളിനെയും പെൺകൊടിയേ. പൊന്നുണ്ണി പൂങ്കരളെ ഓന്നണയും പൊൻകതിരെ മണ്ടോടിൻ വടിവിലും നീലക്കല്ലോലകളിൽ മാന്തളിരിൽ തൂവെള്ളി ചെറുമുല്ല പൂമുനയ പൂന്തണലിൽ ചെറുകാറ്റത്തിവിടയിരുന്നെഴുതാനോ ഓലയെഴുത്താണികളെ കാട്ടിലെറിഞ്ഞണയൂ. പൂത്തമര ചോട്ടിലും ഒളിനെയും പെൺകൊടിയെ ഓലയെഴുത്താണികളെ കാട്ടിലിതാ ഞാൻ കളവു, കാട്ടിലിതാ ഞാൻ കളവു. പാവം നങ്ങിയില്ലമ്മ, ഉണ്ണിയെ കാണാതെ വിഷമിച്ചിരിക്കണ്ടാവൂല്ലേ മുത്തശ്ശി? വെയിൽ മങ്ങി മഞ്ഞ കതിരു പൊങ്ങി വിയതങ്കണത്തിലെ കാർകൾ പൊങ്ങി എഴുതുവാൻ പോയ കിടാവു വന്നില്ല. ഏറെ പോയി മങ്ങേ ചോദിക്കാൻ നോക്കി ഭൂതം പേടിക്കാനിനെ നാളമ്മ കാറ്റിൻ ചുഴലിയായി ചെന്നു ഭൂതം ബുദ്ധി കണക്കുന്നാളമ്മ കാറ്റുതിയായിട്ടും ചെന്നു ഭൂതം കണ്ണീരൊക്കെ എടുത്താളമ്മ അരിയായും ഉരിയായും ചെന്നു ഭൂതം കരികന്റെ കുഞ്ഞിനെ അമ്മയ്ക്ക് ഇപ്പോൾ കണ്ണ് കാണില്ലല്ലോ. ഭൂതം വേറൊരു വിദ്യ എടുത്തു. പതിച്ചു ഭൂതം ചേലൊടു മന്ത്രം ജപിച്ചു ഭൂതം മറ്റൊരുണ്ണിയെ നിർമ്മിച്ചു ഭൂതം മാങ്കോടടുക്കേ നോടി ഭൂതം. പെറ്റവാരിനെ വഞ്ചിക്കുന്ന പൊട്ടഭൂതമേ, ഇനിയും നീ എന്റെ ഉണ്ണിയെ തിരികെ തന്നില്ലെങ്കിൽ ഞാൻ നിന്നെ ശപിച്ച് ഭസ്മമാക്കരുത്. ശപിക്കരുത്. ഇനി ഞാൻ നിന്റെ ഉണ്ണിയെ മാറ്റി പിടിക്കില്ല. ഇതാ
നിന്റെ കണ്ണും കാഴ്ചയും എല്ലാം ഞാൻ മടക്കി തരുന്നു. ഒപ്പം നിന്റെ പൊന്നുണ്ണിയെ. നങ്ങേലിക്ക് ഉണ്ണിയെ കിട്ടിയല്ലോ, സന്തോഷമായി. പാവം ഭൂതം ഉണ്ണിയെ നോക്കിക്കൊണ്ട് സങ്കടമായിരുന്നു. അമ്മയ്ക്ക് സങ്കടം തോന്നി. നങ്ങേലിയാവട്ടെ പറയാനും മറന്നു. ചിലപ്പോൾ നങ്ങേലി വിചാരിച്ചിട്ടുണ്ടാകും ഉണ്ണിയെ ഭൂതം വീണ്ടും കൊണ്ടുപോയാലോ. അതുകൊണ്ടാണ് എല്ലാ കൊല്ലവും ഉണ്ണിയെ കാണാൻ ഭൂതം ഇങ്ങ് വരുന്നത്. അവരിങ്ങ് എത്തുകയാണല്ലോ, നമുക്ക് അങ്ങനെ ചെല്ലാം. കേട്ടില്ലേ കുടികൊട്ടുന്ന മുക്കുചിലന്തലുകൾ അയ്യയ്യാവരവമ്പിൽ കുക്കുലമയ്യിരൂപം ഭൂതം ഇപ്പോഴും ഉണ്ട്, പല രൂപങ്ങളിലും ഭാവങ്ങളിലും. കഥയിലെ ഭൂതം ഉണ്ണിയുടെ നന്മകൾ കണ്ട് തന്നിലെ തിന്മകളെ മറന്നുപോയി. പക്ഷേ ഇപ്പോഴത്തെ ഭൂതം നിന്നിലെ നന്മകളെ ഇല്ലാതാക്കും. അതുകൊണ്ട് കണ്ണും കാതും തുറന്നു വെച്ച് വേണം ഓരോ ഇതും നടക്കാൻ. കേട്ടല്ലോ? ശരി മുത്തശ്ശി.